ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് 1111 പോർട്ടൽ സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 1111 പോർട്ടലാണ്. വളരെ നല്ലൊരു ദിവസമാണ്. മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഈ ഒരു 5 ദിവസത്തെ എനർജി നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഏതാണോ അത് ഉപയോഗിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഒരാഗ്രഹത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്തൊക്കെ സന്ദേശങ്ങളാണ് നൽകാനുള്ളത്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. 3 ഗ്രൂപ്പുകളാണുള്ളത്. എന്നത്തെയും പോലെ ഓരോ ഗ്രൂപ്പിനും ചാമുകളുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെ റയറായിട്ടാണ് നമുക്ക് വീട്ടിലുള്ള രാജമല്ലിയുടെ 3 കളറും കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളർ കിട്ടിയത്. എനിക്ക് വളരെ അതൊരു സൈൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ 1111 പോർട്ടൽ വെച്ചിട്ട് ഒരു പിക്കച്ചാം റീഡിംഗ് ചെയ്യണം എന്നുള്ള ഒരു സൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എസ്പെഷ്യലി ആ പിങ്ക് കളർ ഫ്ലവർ നമുക്ക് കിട്ടാറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം എല്ലാ പൂക്കളും ഉണ്ട്, ഒക്കെ നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സൈനായിട്ട് സ്വീകരിച്ച് ഞാൻ ചെയ്തതാണ്. ഞാൻ ആക്ച്വലി ഒരു പിക്കപ്പ് പൈൽ റീഡിംഗ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ റീഡിംഗ്, ഷോർട്ട് റീഡിംഗ്. പക്ഷേ യൂണിവേഴ്സ് എന്നോട് പറഞ്ഞത് വലിയ ഡീറ്റെയിൽ ഗൈഡൻസ് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്താ പറയാമെന്ന് പറയാം കേട്ടോ. നമ്മൾ ഇതിനെ രാജമല്ലി എന്നാണ് പറയുന്നത്. ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ലല്ലോ, അതാണ് ചോദിച്ചത്. അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അത് സൈഡ് നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കുന്നു. അതുപോലെ അതിനുശേഷം നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 1-ലെ കളക്ടീവ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങൾ, അവരെ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇനിയുള്ള ലൈഫുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് 1111 പോർട്ടലിന് ശേഷമുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സ്റ്റാർ കാർഡാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ സ്റ്റാർ കാർഡ്, 6 of Wands. ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് സംതിങ് യു ഡിസേർവ് എന്നുള്ളൊരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങളുടെ ഒരു ആഗ്രഹ സബലീകരണമാണ്, പക്ഷെ അത് നിങ്ങൾ അർഹിക്കുന്ന പോലെ നിങ്ങളുടെ ഡിസേർവിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ അത് ഡിസേർവ് ചെയ്യുന്നത് ആ രീതിയിലാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു തരത്തിലൊരു പവർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈ പവറിന്റെ ഒരു എലമെന്റ് റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപേ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, ഒരു പവർ, സെർട്ടൻ എമൗണ്ട് ഓഫ് പവർ നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് ഈ ഒരു വിഷ് ഫുൾഫിൽമെന്റിലൂടെ. ഇനി എസ്പെഷ്യലി എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു പ്രശസ്തി, പേരും പ്രശസ്തിയും കിട്ടുന്ന നിലയിലേക്ക് ഒരു ഉയർച്ച, പെട്ടെന്നുള്ള ഒരു ഉയർച്ച ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ, ഒരു ഫെയിം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് പവർ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നേടിയെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഒരു ലക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളിലേക്ക് വരുന്നതല്ല. നിങ്ങൾ അതിനു വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡീപ്പ് ഡൗൺ നിങ്ങളിലുള്ള ഏറ്റവും വലിയൊരു വിഷ് ആണെന്ന് കാണുന്നു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങൾ ഓരോ സ്റ്റെപ്സ് എടുത്തതിന്റെ ഫലമാണ് ഈ ഒരു എന്താ പറയണ്ട ഫെയിം നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നത്. യെസ്,
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇതിലൂടെ പവർഫുൾ ആവുന്നത് കാണുന്നു. ഈ വിഷ് ഫുൾഫിൽമെന്റിലൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ്സ്, നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ് എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അത് വളരെ ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, clarify the Fool. Thank you. Clarify the Four of Wands. ഓക്കെ, നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായി, അതാണ് പോസ് ചെയ്യേണ്ടി വന്നത്. Clarify the Four of Wands. ഒരു ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയണ്ടേ, മുന്നേ വല്ല ട്രോമ, ഹാർട്ട് ബ്രേക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെജുവിനേഷൻ, ഓക്കെ, ഒരു കംപ്ലീറ്റ് ഹീലിംഗ് കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം ഒരു ഫ്രഷ് എനർജിയിലാകുന്ന അവസ്ഥയാണ് ഈ ഫൂൾ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ, നിങ്ങളുടെ കൗണ്ടർ പാർട്ടുമായിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ടുള്ള യൂണിയനെ നിങ്ങളെ അലൈൻ ചെയ്യുന്നതായിട്ട്, ആ എനർജി അതിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ ഒരു ഇത് ചിലപ്പോൾ കുറെ നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു ഹീലിങ്ങിനായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. വളരെ പേഷ്യൻ്റ്ലി, ഓക്കെ, ധൃതിയൊന്നും വെക്കാതെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അതിൻ്റെയാണ് ഈ റിസൾട്ട് നിങ്ങൾക്ക് ഈ 11 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ കാർഡിലും ആ ഒരു 11 എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവൈൻ യൂണിയന് നിങ്ങൾ അലൈൻഡ് ആകുന്ന ഒരു അവസ്ഥ, അവിടെ എന്തൊക്കെയാണോ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ഇത്രയും നമ്മൾ പരിശ്രമിച്ചത്, ആ ഹീലിംഗ്, ആ ഒരു ഹീൽഡ് ആകുന്ന അവസ്ഥ. ഓക്കെ, നിങ്ങൾ ഹീൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എസ്പെഷ്യലി ഒക്കെ നിങ്ങൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ ആസ്വദിക്കാനായിട്ട് തുടങ്ങും. അങ്ങനത്തെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്കാണ് അപ്ഗ്രേഡഡ് ആകുന്നത്. പോർട്ടൽ സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്താണ് ഗ്രൂപ്പ് 1-നുള്ളത്? ഓക്കെ, നമുക്ക് അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് കപ്സ്. ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂ ഫേസ്. ഓക്കെ, ലൈഫിൽ വളരെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂ ഫേസിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോ ഈ മൂന്നാമത്തെ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാല്, ഒരു നിങ്ങള് എന്താ പറയണ്ടേ, യൂണിവേഴ്സിനോട് വളരെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ പ്രവേശിക്കാൻ പോകുന്ന പുതിയ ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഈ ഒരു വേൾഡ് കാർഡിലൂടെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുക, കംപ്ലീറ്റ്ലി ന്യൂ എനർജി ആയിട്ടുള്ള. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു പുതിയ ഒരു ഘട്ടമായിട്ട് കാണുന്നു. ചിലപ്പോൾ ചിലർക്ക് ഇതിൽ യാത്ര, റീലൊക്കേഷൻ അതൊക്കെ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ യൂണിവേഴ്സിൽ ആ ഒരു ആഗ്രഹം സറണ്ടർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ലൈഫിലെ ഒരു എന്താ പറയണ്ടേ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അത് കുറച്ചൊരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്. അതായത് നിങ്ങൾ ശരി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്. പക്ഷെ അത് സംഭവിക്കുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയും, ഇത് ഞാൻ ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, എൻ്റെ ഈ ഒരു ആഗ്രഹം ഈ രീതിയിൽ നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് നിങ്ങളൊരു വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ഒരുപാട് ഗ്രോത്ത്, അതുപോലെ തന്നെ പ്രോഗ്രസ് ഒക്കെ ഇനി ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ,
അത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്, പിന്നെ അവിടെ നിന്ന് കുറെ പുതിയ എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഒരുപാട് സ്നേഹം, കെയർ, സപ്പോർട്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇതെല്ലാം എന്താ പറയണ്ടേ, നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അതിനുള്ള സയൻസ് ചിലപ്പോൾ ഇപ്പോഴേ റിസീവ് ചെയ്യുന്നുണ്ടാവും. അത് അതിന്റെ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് കാണുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. എന്തൊക്കെ ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് 1 നൽകാൻ ആഗ്രഹിക്കുന്നത്? ഒന്നിന്റെയും പിറകെ പോവാതിരിക്കുക, ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും, അത് നിങ്ങളിലേക്ക് എത്തും എന്നൊരു വിശ്വാസത്തോടെ പ്രസന്റ് മൊമെന്റ് ആയിക്കൊണ്ട് ലൈഫിനെ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. അതാണ് എംപ്രസ് എനർജി. ലൈഫിനെ എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലവിങ് സൈഡ്, അത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ആ നിങ്ങളുടെ ലവിങ് സൈഡ് കാണിക്കുക. അതൊരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കാണരുത്, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അതാണ് നിങ്ങളെ യുണീക്ക് ആക്കുന്നത്. ഓക്കെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹത്തിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ എങ്ങനെ നേടിയെടുക്കും എന്ന് നിങ്ങൾക്ക് ഒരു രൂപം ഇല്ലെങ്കിൽ പോലും ആ ഒരു വിശ്വാസം വേണം. എന്ത്, നിങ്ങളുടെ കഴിവുകൾ കൊണ്ട്, യൂണിവേഴ്സിന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ മുൻപോട്ട് പോകാനായിട്ട് പറയുന്നു. വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. ഓക്കെ, ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം. ഓക്കെ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോസ് മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ച് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറയുന്നു. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ നല്ല കാര്യങ്ങളെയും ആഘോഷിക്കുക. പിന്നെ അതുപോലെ വരുന്ന പുതിയ എനർജീസിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഈ 11-11 പോർട്ടലിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെടുത്ത എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഹീൽഡ് അല്ലാത്ത, ഇപ്പൊ നിങ്ങൾക്ക് ഹീൽ ആകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഈ 11-11 പോർട്ടലിന് ശേഷം വളരെ എളുപ്പത്തിൽ ആ ഒരു ചാപ്റ്റർ ഒക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അപ്പൊ അത് അതിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെയും ആ പാസ്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എല്ലാത്തിനും ഉപരിയായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക, നിങ്ങളുടെ ഒത്തന്റിക് സെൽഫായിട്ട് നിൽക്കുക. ഓക്കെ, ഒരു കാരണവശാലും ഒന്നിന്റെ പേരിലും നിങ്ങളുടെ ആ ഒരു ഒതന്റിക് സെൽഫിനെ, നിങ്ങളുടെ ശരിയായ വ്യക്തിത്വത്തിനെ, നിങ്ങൾ എന്ന വ്യക്തി ആരാണോ അവരെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കരുത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ നിങ്ങളായി നിൽക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹത ഉള്ള ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്, പാർട്ട്ണർ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കണം, നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിൽ നിൽക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹീൽ ആവുക. ഒരു പർട്ടിക്കുലർ ഫാസ്റ്റ് അതിൽ ഇനിയും നിങ്ങൾക്ക് അടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല. എത്രയോ നാളായി, അത് കഴിഞ്ഞു, അതിന്റെ അപ്പുറം എത്തിക്കഴിഞ്ഞു അല്ലേ. നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിൽ നിൽക്കുന്നത്, അതിലുണ്ടായിരുന്ന ചിലപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളെ ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യൂ. ഇനിയും ആ ഒരു പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആക്കാതിരിക്കുക. ഓക്കെ, മുന്നോട്ട് പോവുക. അത് അവസാനിപ്പിക്കേണ്ട സമയം വേൾഡ് കാർഡ് അതും കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ചാപ്റ്ററിന് ഒരു ക്ലോഷർ കൊണ്ടുവരേണ്ട, ഷട്ടർ ഇടേണ്ട സമയമായി. ഈ 11-11 പോർട്ടലിലൂടെ നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ആകുക, മുന്നോട്ട് പോകുക. ഓക്കെ, അത് ഒരു ചോയ്സ് ആയിട്ടല്ല പറയണത്, അത് അങ്ങനെ ചെയ്യണം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കിനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഞാൻ ഈ കാർഡുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ് എന്ന് പറഞ്ഞാൽ AENSW. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഉണ്ടാകാം. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിലും ഉണ്ടാകാം. നിങ്ങൾക്ക് ലിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. വ്യാഴാഴ്ച ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ ജാനുവരി, മെയ്, ഒക്ടോബർ, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, അപ്പൊ ഈ മാസങ്ങളെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി വരുന്ന ഈ മാസങ്ങൾ, ഓക്കെ, നമുക്ക് സന്ദേശങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ പറയുന്ന മാസങ്ങളില് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ പറയുന്ന മാസങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ഒന്ന് സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്യുക. അതിനോടൊപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് വിന്റർ സീസൺ, അതുപോലെ മൺസൂൺ സീസൺ. ഇതും ഈ പറഞ്ഞ ജാനുവരി തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്തിനുള്ളിൽ വന്നു പോകുന്നതാണ് വിന്ററും മൺസൂണും. ഓക്കെ, വിന്റർ എന്ന് പറയുമ്പോൾ ജാനുവരി ഫെബ്രുവരി വിന്റർ സീസണിലാണ് നിൽക്കുന്നത്. മൺസൂൺ എന്ന് പറയുമ്പോൾ മെയ് ജൂൺ ജൂലൈ ആ സമയമാണ്. ഓക്കെ, പിന്നെ ഒക്ടോബറിലും മൺസൂൺ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഈ സീസൺസ്, അതുപോലെ തന്നെ ആ സീസണിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള മാസങ്ങൾ, ഈ പറയുന്ന സമയങ്ങളിലാണ് ഈ പറഞ്ഞ നമ്മുടെ സന്ദേശങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യത കൂടുതൽ. നമുക്ക് 11 എന്നുള്ള തീയതി കിട്ടിയിട്ടുണ്ട്. 13, 14, 16, 18. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം, അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷെ ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതൊരു ഫസ്റ്റ് ഹാഫിൽ വരുന്നതാണ്. എല്ലാ മാസത്തിലും ഈ പറഞ്ഞ മാസങ്ങളുടെ ഒക്കെ ഫസ്റ്റ് ഹാഫിലാണ് നിങ്ങൾക്ക് ഈ തീയതികളിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ, ഈ മാറ്റങ്ങളൊക്കെ നടക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഡേറ്റും മാസങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കുറച്ചുകൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുക, എഴുതി വെക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങളത് ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയിലും പേഴ്സണൽ ടാരോ റീഡിങ്സിന് ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് അറിയണം. ആ ഓഫേഴ്സ് ഒന്നും മിസ്സാകണ്ട എന്നാണെങ്കിൽ ഉറപ്പായും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വാട്സപ്പിൽ കണക്ട് ആയിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഒരു ഓഫർ പോലും നിങ്ങൾക്ക് മിസ്സാകാനും ഇടവരില്ല. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? പോർട്ടലുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ സന്ദേശങ്ങൾ. ഓക്കെ, നമുക്ക് 9 ഓഫ് കോയിൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ 9 ഓഫ് കോയിൻസ്. Clarify the 7 of cups. Clarify the 7 of coins. ഓക്കെ, ലൈഫിൽ ഞാൻ കേൾക്കുന്നത് റീസ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കാത്തപ്പോൾ അവിടെ ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എസ്പെഷ്യലി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുള്ളത്, അവിടെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക ഉയർന്നു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ
കൃത്യമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അത് വെറുതെ ആഗ്രഹിച്ചിരിക്കല്ല, നിങ്ങൾ ആക്ഷൻസ് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മേഖലയിൽ അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉന്നതി കൊണ്ടുവരുന്ന, കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ശോഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ സൈഡ് ഓഫ് കപ്സ് ഓപ്പർച്യൂണിറ്റീസിനെ കാണിക്കും. പക്ഷെ അവിടെ എങ്ങനെയാ വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകാം. ഓക്കെ, അതായത് ഒരേപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന, അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കരിയർ ഓപ്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ആ പൊട്ടൻഷ്യൽ ഉള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അത് ചൂസ് ചെയ്യുക. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇതൊരു സെക്കൻഡ് ചാൻസ് എനർജിയാണ്. അതായത് നിങ്ങൾക്കും ഓൾറെഡി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടായതാണ്, നിങ്ങൾക്ക് അത് ഡിസേർവ് ചെയ്തിരുന്നതാണ്, നിങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഓക്കെ, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാണ് ഉണ്ടായത് ആ ലാസ്റ്റ് മിനിറ്റില്. പക്ഷെ അതിപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ആ റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാണ് ഉണ്ടായത്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ മിസ്അലൈൻമെന്റ് സംഭവിച്ചതായിരിക്കാം. അവിടെയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മേഖലയിൽ ഒരു പുനർജന്മം കിട്ടുന്ന ഒരു ഫീൽ ആണ്. പക്ഷെ ഇത് ലോങ് ടേമിലേക്കുള്ളത്, ഒരു ലോങ് ടേം ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അത് കുറച്ച് നാളത്തേക്ക് ഉള്ളതല്ല, ഇത് ലോങ് ടേമിലേക്കുള്ളതാണ്. Clarify the King of Swords. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് അതായത് ഔട്ട് ഓഫ് ബ്ലൂ നിങ്ങളിലേക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രൂത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഒരേ സമയം ആ ഒരു ക്ലൗഡ് എനർജി, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടല്ലോ, വ്യക്തതയില്ലായ്മ, അത് അവസാനിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്കൊരു മനസ്സമാധാനം തരുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു റിലീഫ്. അപ്പൊ നിങ്ങൾ എന്തിലെങ്കിലും അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട്, അവിടെ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണെങ്കിൽ ആ കാര്യത്തിലാണ് നിങ്ങൾക്ക് ആ സത്യം നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അത് വരുന്നതോടുകൂടെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രരാവാണ്. നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. ഫ്രീലി നിങ്ങൾക്ക് അതിനെ അവിടുന്ന് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് ഡിറ്റാച്ച്ഡ് ആയി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച്, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എനർജറ്റിക്കലി നിങ്ങൾ ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രൂത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം മുൻപ്. ഓക്കെ, അപ്പൊ പിന്നെ അതിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കണ്ടായപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടാവും. അതായത് അത് ഞാൻ അറിയേണ്ടതാണെങ്കിൽ അറിയേണ്ട സമയത്ത് എനിക്ക് യൂണിവേഴ്സ് ആ ക്ലാരിറ്റി കൊണ്ടുതരും, അല്ലെങ്കിൽ അത് ഓക്കെ കുഴപ്പമില്ല, ഞാൻ അറിയാൻ പാടില്ലാത്തതായിരിക്കും, എനിക്ക് അത് ഇഷ്യൂ അല്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ ഈ കൊണ്ടുവരുന്ന ആള് എന്ന് പറയുന്നത്, ഈ ആരിലൂടെയാണോ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്, നിങ്ങളിലേക്ക് സത്യം എത്തുന്നത്, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോടൊരു നല്ല ഇന്റൻഷൻ ഉള്ള, അല്ലെങ്കിൽ അവരൊരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അവരൊരു ദോഷം വരുത്തുന്നതായിട്ട് അങ്ങനെ കാണുന്നില്ല. സോൾ ഫാമിലി മെമ്പറിന് നെസസറിലി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് തോന്നുന്ന ഒരു ദേ ഡിസേർവ് ടു നോ ദ ട്രൂത്ത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അവരത് വരുന്നതും ഈ സത്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ പേഴ്സണലി അവരോട് നിങ്ങൾക്ക് അപ്പം ഉണ്ടാകുന്ന ചിലപ്പോൾ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഒക്കെ ഉണ്ടാവാം, അത് അവരോടല്ല നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ആ സത്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവരോടല്ല നിങ്ങളത് അക്നോളജ് അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ആ വരുന്ന ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് അത് റിലീസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. Clarify the Three of Swords.
Clarify the hermit. Clarify the Three of Wands. Okay. നമുക്ക് അണ്ടർലൈൻ എനർജി 10 of Wands ആണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, അത് എഫക്ട് ചെയ്തത് നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള കോൺഫിഡൻസ്, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു വിശ്വാസത്തിനാണ് അത് ക്ഷതമേൽപ്പിച്ചത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിലാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അതിൽ നിന്ന് ഹീലാകാൻ ശ്രമിക്കുന്നു ഡെഫിനറ്റ്ലി, പക്ഷെ അതങ്ങ് എന്താ പറയുക, അതൊരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തുന്നില്ല. ഓക്കെ, വീണ്ടും നിങ്ങൾ ട്രിഗേർഡ് ആകുന്ന ഒരു എനർജി, പണ്ടത്തെ അത്ര ഇന്റൻസ് ആയിട്ടല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ട്രിഗേർഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഒരു റിലീസ്, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റൈസ്, നിങ്ങൾക്ക് അവിടെ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്യുന്നു. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതലും ഇന്നർ വർക്കാണ് ഞാൻ കാണുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതില് ഒരു പ്രോഗ്രസ്, അതായത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, പോയ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് തിരികെ വരികയാണ്. ആ ഹീലിംഗ് അവിടെ സംഭവിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പോയി നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആകുന്നു. മുന്നത്തെക്കാളും നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡ്രാസ്റ്റിക് പ്രോഗ്രസ് തന്നെയാണ് ആ സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ ആ ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നതിലൂടെ, ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈസിലി ഈ പാസ്റ്റിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഹീലിംഗ് എനർജിയാണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബാലൻസ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ട്. യെസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹീൽ, അവിടെ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് കൂടെ സംഭവിക്കുകയാണ്. ഓക്കെ, ആ അപ്ഗ്രേഡ് നിങ്ങളെ എത്തിക്കുന്നത് ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്കാണ്. അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ യൂണിവേഴ്സ് നൽകാനുള്ളത്. ഇനി നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശം. ഓക്കെ, നിങ്ങളുടെ ഗോൾസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറയുന്നു. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, അതൊക്കെ ഒരു ലെയിം എക്സ്ക്യൂസുകളാണ്. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റി ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ആദ്യം അതിനായിട്ട് കുറച്ച് ഫോഴ്സ്ഫുള്ളി അത് ചെയ്യേണ്ടി വരും. പിന്നെ അത് നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ യൂണിവേഴ്സ് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടെ ആ ഫ്ലോ ഓഫ് ലൈഫ് എങ്ങനെയാണോ അതുപോലെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. ഒഴുക്കിനെതിരെ നീന്താൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അതായത് മാറ്റങ്ങളെ സ്വീകരിച്ച് പോകണം മുന്നോട്ട്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നൊക്കെ നീന്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുക. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്നുള്ളതിനെ സംബന്ധിച്ചൊരു നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇൻ ദ സെൻസ്, പല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ എനർജിയിലായിരിക്കില്ല ആ നിൽക്കുന്ന വ്യക്തി വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നത് അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ. അപ്പൊ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇറിറ്റേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അവിടെ അവരാണ് മാറേണ്ടത്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അവരും നിങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് എനർജറ്റിക്കൽ ലെവലിലാണ്, ഫ്രീക്വൻസിയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ
ഒബ്സർവ് ചെയ്യുക, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടേക്കാണ് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ നൽകുന്ന സജഷൻസിന് വില കൊടുക്കുന്നത്, ആരാണ് അത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഒബ്സർവ്, നല്ലവണ്ണം ഒബ്സർവ് ചെയ്യുക നടക്കുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ എവിടെ റെസ്പോണ്ട് ചെയ്യണം, എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ എനർജി യൂസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രസ്ട്രേഷൻ വരും. അതവിടെ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്ന കാര്യം അതിനെ അക്നോളജ് ചെയ്യാത്തൊരു വ്യക്തി നിങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വോയിസ് ഔട്ട് ചെയ്താലും അവരതൊരിക്കലും അക്നോളജ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അത് ചുമ്മാ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഓരോ കാര്യത്തിലും ലൈഫിൽ മുന്നോട്ട് പോകുന്നതോറും നടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും, പ്രത്യേകിച്ച് ഓരോ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് റൈറ്റ് ഡിസിഷൻ എടുക്കുന്നതിനും റൈറ്റ് ഡയറക്ഷനിൽ പോകുന്നതിനും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക. ഇൻറ്റ്യൂഷൻ അത്രയും ക്ലിയർ ആയി കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയും ശാന്തമായിരിക്കണം. യെസ്, കണ്ടോ, അപ്പൊ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കാനാണ് പറയുന്നത്. എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ അറ്റൻഷൻ വേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റഡ് ആകേണ്ടത്, എവിടെയാണ് ഇൻവെസ്റ്റഡ് ആവാൻ പാടില്ലാത്തത്, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇപ്പൊ എന്താ പറയാ, എൻ്റെ ഈ കഷ്ടപ്പാട് എന്തെങ്കിലും അവർ കാണും, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്തെങ്കിലും അവർ അക്നോളജ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ ഇതുവരെ അക്നോളജ് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപയോഗിക്കുന്നല്ലാതെ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതൊരു തരത്തിൽ ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ബി വെരി മൈൻഡ്ഫുൾ. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ ഒരു സമയം, നിങ്ങളുടെ എന്താ പറയണ്ട ഒരു സ്നേഹം, കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് അവരെ അർഹിക്കുന്നുണ്ടോ, അത് ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് വളരെ സെലക്റ്റീവ് ആകുക. ഓക്കെ, അപ്പൊ അനാവശ്യ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാത്തിനും ഉപരി നിങ്ങളോട് പറയുന്നു, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, ഓരോ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുമ്പോൾ നിങ്ങളെ നെഗ്ലക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ബാലൻസ് അതുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. റിലാക്സ്ഡ് ആയിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് സമാധാനം തരുന്ന, നിങ്ങൾക്കൊരു സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക. ഓക്കെ, അത് എന്താ പറയാ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പാടില്ല. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് ഒക്കെ ഒന്ന് ഒരു വട്ടം കൊണ്ട് ഷഫിൾ ചെയ്യാം. 3 പ്രാവശ്യമാണ് ഗ്രൂപ്പ് 1 ഷഫിൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും 3 പ്രാവശ്യമാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ആൽഫബറ്റ്സ് ലെറ്റർ ബി, ഐ, കെ, എം, പി, യു. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഉണ്ടാകാം. നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന ആൽഫബറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു സ്കോർപിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടായിരിക്കാം. ഞായറാഴ്ച നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കും. ഞായറാഴ്ച നിങ്ങൾക്ക് പൊതുവെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഒട്ടുമിക്ക നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഞായറാഴ്ചകളിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഞായറാഴ്ച നിങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നു. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള സീസൺസ്, സ്പ്രിംഗ് സീസൺ,
ഓട്ടം ഫോൾ സീസൺ വിന്റർ സീസൺ. ഓക്കെ, ഈ 3 സീസൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് സീസൺ എന്നൊക്കെ പറയുമ്പോൾ മാർച്ച് ടു മെയ് ആ ഒരു ടൈം തന്നെ. സമ്മർ, സ്പ്രിങ് നമ്മുടെ നാട്ടിലത് ഏകദേശം ഒരേ ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മാർച്ച് ടു മെയ്, മാർച്ച് ഏപ്രിൽ മെയ്. ഓക്കെ, സ്പ്രിംഗ് സീസൺ. ഓട്ടം ഫോൾ സീസൺ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഓട്ടം ഫോൾ സീസൺ. വിന്റർ എന്ന് പറയുമ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, ഈ പറയുന്ന മാസങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമായിരിക്കും. പക്ഷേ ഈ മാസങ്ങൾ, അതായത് ഈ സീസണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മാസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, സന്ദേശങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന സമയങ്ങളിൽ. അപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇനി തീയതികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തീയതികളിൽ, ആ ഒരു മാസത്തിൽ ആ പറയുന്ന തീയതികളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടുള്ള മാസങ്ങളാണ് മാർച്ച്, ഏപ്രിൽ, ജൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസങ്ങളും, അപ്പോൾ ഈ മാർച്ചും ഏപ്രിലും ഒക്കെ നമ്മുടെ സ്പ്രിംഗ് സീസണിൽ വരുന്നത് തന്നെയാണ്. പിന്നെ അത് കൂടാതെ വന്നിട്ടുള്ളതാണ് ജൂൺ. ഓക്കെ, ഇപ്പോൾ ഇത് ഈ മാർച്ച്, ഏപ്രിൽ, ജൂൺ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാവാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ. പക്ഷെ ഈ പറയുന്ന മാസങ്ങൾ, ഈ പറയുന്ന സമയം, അതായത് സെപ്റ്റംബർ തൊട്ട് ഫെബ്രുവരി വരെ, മാർച്ച് തൊട്ട് മെയ് വരെയുള്ള സമയം, പിന്നെ ജൂൺ വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വിന്റർ സീസൺ തൊട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വർഷത്തെ വിന്റർ സീസൺ അല്ല, ഈ വർഷത്തെ വിന്റർ സീസൺ തൊട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറയുന്ന മാസങ്ങളിൽ, അല്ലെങ്കിൽ പറയുന്ന തീയതികളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. 3, 17, 20, 25, 26 ഇത്രയുമാണ് തീയതികൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ മാത്രമാണ്. ഈ തീയതികളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളിൽ ഈ പർട്ടിക്കുലർ തീയതികളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ടാരോ റീഡിങ്ങിന് ഓരോ ആഴ്ചയിലും ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഓഫറുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ അറിയുന്നതിനും അതൊന്നും മിസ്സാകാതെ പോകുന്നതിനും ഉറപ്പായും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്താ പറയണ്ടേ, വാട്സപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് വരുന്നുണ്ട്. അതായത് 10% ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ്ങിൽ ഉണ്ടെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കല്ല, ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക്. ഓക്കെ, ചാനൽ മെമ്പർഷിപ്പ് ഉണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അപ്പുറത്ത് ജോയിൻ എന്നൊരു ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് പ്രോസസ്സ് ഉണ്ട്. പേയ്മെന്റ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ് എപ്പോൾ റീഡിംഗ് എടുത്താലും, ഏത് സമയം റീഡിംഗ് എടുത്താലും അവർക്കൊരു 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ടോട്ടൽ റേറ്റിൽ 10% ഡിഡക്ട് ചെയ്തിട്ടാണ് അവർക്ക് റീഡിംഗ് ലഭിക്കുക. അത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ എത്ര ഓഫേഴ്സും കാര്യങ്ങളും അപ്പുറത്തുണ്ടെങ്കിലും ഈ ഒരു 10% ഡിഫോൾട്ട് ആയിരിക്കും. അത് മെമ്പേഴ്സിന് മാത്രമുള്ള, സീ ടാരോ സോൾ ട്രാക്ക് മെമ്പേഴ്സിന് മാത്രമുള്ള ഡിസ്കൗണ്ട് ആണ്. അത് നമ്മൾ അതിന്റെ ഒപ്പം, അതിന് മുൻപിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അത് ആ കൺഫ്യൂഷൻ ഒന്ന് തീർക്കണം എന്നെനിക്ക് തോന്നി. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ 1111 പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്. പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ്
ഗ്രൂപ്പ് 3 ഉൾപ്പെട്ട കളക്റ്റീവിൽ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് 3 of Pentacles ആണ് കിട്ടിയിട്ടുള്ളത്. Clarify the 3 of Pentacles. Emperor. Clarify the Emperor. Thank you. King of Swords. Clarify the King of Swords. 3 of Swords. Okay. Underlying energy, Wheel of Fortune. അതായത് എന്താ പറയണ്ടേ, ഇവിടെ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് ആണ്. നിങ്ങളുടെ ഫേവറിലെ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണുന്നത്. ഏത് മേഖലയിലാണോ നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ വിഷമം ഉണ്ടായിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ, ഇതിൽ ഏതിലാണോ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്, ഓക്കെ, ആ മേഖലയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെൽത്തി പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ കരിയർ ആണെങ്കിൽ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ സ്ട്രോങ് ഫൗണ്ടേഷൻ കരിയർ ഉണ്ടാകുകയാണ്. ഓക്കെ, അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്നു, നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക, നിങ്ങൾ സ്റ്റേബിൾ ആവാണ്, സെക്യൂർ ആവണം. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് പവർ ഉണ്ടല്ലേ, നമ്മൾ ഓക്കെ വി ആർ സ്ട്രോങ്, വി ആർ കേപ്പബിൾ എന്നുള്ള ഒരു ശക്തമായ ഒരു ബിലീഫ് നമ്മളിലേക്ക് വരും. അപ്പോൾ ആ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. യെസ്, ഇത് ലോങ് ടേമിലേക്കാണെന്നും കൂടെ കാണുന്നു കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ച് നാൾ വന്നിട്ട് പോകാനല്ല, ഇത് ലോങ് ടേമിലേക്കുള്ള ഒരു സ്റ്റെബിലിറ്റി ആണ്, സ്റ്റേബിൾ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഇത് മാരേജ് ആ വൈബാണ് നമുക്ക് കിട്ടുന്നത്. 11 പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്തൊക്കെയാണ്? ഓക്കെ, Ace of Wands. Clarify the Ace of Wands. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. യെസ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് ആണ്. ഒരു എന്താ പറയുക, എസ്പെഷ്യലി എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഫീൽഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വെഞ്ചർ, സൈഡ് ഹസിൽ, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയിം, ഫെയിം, സക്സസ് കിട്ടുന്നതായിട്ട് കാണുന്നു. ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഗിനിങ്. ഓക്കെ, ഒരുപാട് അതിലൂടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ നിങ്ങൾ സെക്യൂർ ആവുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വരികയാണ്. ഇൻ ദ സെൻസ്, ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ. കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് നീഷിൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ സെക്യൂർ പൊസിഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രീംലി ഹാപ്പി ആകുന്നതായിട്ട് കാണുന്നു. ഈ ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അതിലൂടെ ഈ പറഞ്ഞ പോലെ നെയിം, ഫെയിം, സക്സസ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി അതാണ് നിങ്ങൾ വിഷ് ചെയ്യുന്നതെങ്കിൽ അതാണ് വരുന്നതായിട്ട് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും പിന്നെ അങ്ങോട്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഈശ്വരോട് നന്ദി പറയുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അഗെയിൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിവൈൻ ടൈമിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗുഡ് ന്യൂസ് അങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അതൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടഡ് ആക്കിയിട്ട്, അതാണ് നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കിയെടുത്തു. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, സ്ട്രെസ് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് പോകും. ഈ ഒരു പർട്ടിക്കുലർ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും, വളരെ പീസ്ഫുൾ എനർജിയിലായിരിക്കും. ഓക്കെ, 11 പോർട്ടലുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ക്ലാരിഫൈ ദ 9 of Pentacles.
ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ് എനിക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഈ ലാസ്റ്റത്തെ സന്ദേശം എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ സോളിറ്റ്യൂഡ് ഫേസിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു ഫോർവേഡ് മൊമെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ന്യൂ ഫേസിലേക്ക് നിങ്ങൾ കടക്കുന്നു. അതായത് ഈ ന്യൂ ഫേസ് എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില്. ഓക്കെ, അവിടെ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെയാണ് നിൽക്കേണ്ടത്. ആ ഒരു നിങ്ങളായി നിൽക്കുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന, വളരെ പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന പേസിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തി, ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സോൾമേറ്റ് എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 of Cups ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ്ലി ഈ വ്യക്തിയോട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആവും തുടങ്ങുക. ഓക്കെ, ചിലവർക്ക് ഇത് ഒരു സ്ട്രേറ്റ് ഫ്രണ്ട്ഷിപ്പിലൂടെ തുടങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഒരു അട്രാക്ഷൻ, അവിടെ ഫസ്റ്റിലെ ഒരു അട്രാക്ഷൻ തോന്നുക. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഹെൽത്തി വൈബ്സ് കിട്ടുക. ഓക്കെ, ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മിയർ പെരിഫറലുള്ള അട്രാക്ഷൻ അല്ല, അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. അവരുടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്നായിരിക്കില്ല. അതായത് നിങ്ങൾ റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈമിൽ വരുന്നതിന് വെയിറ്റ് ചെയ്ത ഒരാളായിരിക്കും. അത്രയും പേഷ്യൻസ് നിങ്ങൾ കാണിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഒക്കെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതൊന്നും നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ദിസ് ഇസ് ബിഗർ ആൻഡ് ബെറ്റർ ദാൻ വാട്ട് എവർ യു ഹാവ് ലോസ്റ്റ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കണക്ഷൻസ് ഉണ്ടല്ലോ, അതിനേക്കാൾ വളരെ മികച്ചതാണ് ഈ വരുന്നത്. ഓക്കെ, അതിനേക്കാൾ സ്റ്റെബിലിറ്റി ഉള്ള ലോങ് ടേമിലേക്കുള്ള ഒരു കണക്ഷനാണ് നമുക്ക് കാണുന്നത്. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഫുള്ളി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഇതിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളി ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എടുക്കുന്ന എഫേർട്ടിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആണിത്. ഓക്കെ, ഇത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. വിത്ത് 10 of Pentacles ഇതൊരു സ്റ്റേബിൾ സെക്യൂർ ന്യൂ ബിഗിനിങ് തന്നെയാണ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എസ്പെഷ്യലി ഇഫ് യു ആർ മാനിഫെസ്റ്റിംഗ്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ക്വൈറ്റ് സർപ്രൈസിങ് ആയിരിക്കും. കാരണം ഇതെപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നുള്ളതൊക്കെ യൂണിവേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കാം ആ ഒരു സിംഗിൾ സോളിറ്റ്യൂഡ് ലൈഫിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒതന്റിക് ആയി തന്നെ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, ആ നിങ്ങളുടെ ഒതന്റിക് സെൽഫിനെ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പിൽ വളരെ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കും പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് എടുക്കാവുന്ന, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് വരുന്നത്. നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു സ്റ്റേബിൾ സെക്യൂർ ന്യൂ ബിഗിനിങ്, ഫാമിലി, മാരേജ്, ഓക്കെ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. 1111 പോർട്ടലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. യെസ്, പേഷ്യൻസ് കാണിക്കേണ്ട സമയമാണ്. ഓക്കെ, ഓരോ കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യുന്നതിനും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ സമയമുണ്ട്. അതിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ അത്ര തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് എക്സൈറ്റഡ് ആകാം, പക്ഷെ അത് വേഗം നടക്കണം എന്നുള്ള ഒരു ധൃതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പാടില്ല.
യെസ്, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്താണോ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ, ഏത് തരത്തിലുള്ള എനർജീസ് ആണോ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ എനർജിയിലായിരിക്കാൻ ശ്രമിക്കുക. ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മനസ്സിലാക്കുക, നിങ്ങൾ ഏത് എനർജിയിലാണോ ഇരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇൻറ്റ്യൂഷൻ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. പിന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നതിന് യൂണിവേഴ്സ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കൂടുതൽ എത്രത്തോളം നിങ്ങൾ ആ സ്പിരിച്വൽ പ്രാക്ടീസസ് കൃത്യമായി ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ കൂടുതൽ ഷാർപ്പ് ആകുന്നതിനും യൂണിവേഴ്സുമായിട്ടൊക്കെ ആ ഒരു സ്ട്രോങ് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ ഒരു ഹയർ വൈബ്രേഷനിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ ആയിരിക്കാൻ നിങ്ങൾ അത് സഹായിക്കുന്നതാണ്. അപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസസിന് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 4 of Swords ആണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. റിലാക്സ്. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് വേണം റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് പീപ്പിൾ ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു വരുന്ന റൈറ്റ് സപ്പോർട്ട്, ഓക്കെ, അവർ തരുന്ന സപ്പോർട്ട്, വരുന്ന സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത്. അവർ തരുന്ന സപ്പോർട്ട്, അവർ തരുന്ന ഹെൽപ്പ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം എന്ന് പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു ലക്ഷ്യം അതിനെ വിട്ടുകളയാൻ പാടില്ല. ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുക. എപ്പോഴും എടുക്കുന്ന ആക്ഷൻ എന്തൊക്കെയാണോ അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും സ്പെസിഫിക് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാനായി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ബാക്കി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവരവരുടെ ആരോഗ്യത്തിലും അവരവരുടെ ഒരു വെൽ ബീയിങ്ങിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോൾ ബ്രേക്ക് എടുക്കുക. അവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനത്തെ തോന്നൽ പാടില്ല. കൃത്യമായിട്ട് റിലാക്സ് ചെയ്യണം. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യുക. ഓക്കെ, എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു 11-11 പോർട്ടലിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ലക്ഷ്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില അധ്യായങ്ങൾ അവസാനിച്ചു പോകും. ഓക്കെ, ചില അധ്യായങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ക്ലോഷർ സംഭവിക്കും. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് സംഭവിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്ത, ഓക്കെ, ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡുമായിട്ട് ഒട്ടും അലൈൻഡ് അല്ലാത്ത പീപ്പിൾ, പ്ലേസസ്, സിറ്റുവേഷൻസ്, ഇതൊക്കെ സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചെറിയ വിഷമമേ ഉള്ളൂ. ലോങ് ടേം ഹാപ്പിനെസ് നിർത്തിയാണ് യൂണിവേഴ്സ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അകന്നു പോകുന്നതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. മാത്രമല്ല ജീവിതത്തിലേക്ക് വരുന്ന പുതിയ എനർജീസ്, ഓക്കെ, അത് വ്യക്തികളായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, അവസരങ്ങളായിരിക്കാം, പുതിയ തുടക്കങ്ങളായിരിക്കാം, അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകാൻ പറയുന്നു. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഒരുപാട് സന്തോഷങ്ങൾ, നല്ല നല്ല അനുഭവങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവുമ്പോൾ അതിലൊക്കെ ഫുള്ളി ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിൽ ഫുള്ളി ആയിരിക്കുക. പ്രസന്റ് മൊമെന്റ് ഫുള്ളി ആയിരുന്നു അതൊക്കെ ആസ്വദിക്കുക, സന്തോഷിക്കുക, ഓക്കെ, ആനന്ദിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യണം. യൂണിവേഴ്സ് എപ്പോഴും കൂടെയുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ഗ്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം.
ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് G, I, L, M, S. ഓക്കെ, ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലിയോ ആണ്. നിങ്ങൾക്ക് ലിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. 2 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒട്ടുമിക്ക നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഞായറാഴ്ചകളിലും തിങ്കളാഴ്ചകളിലായിരിക്കാം. അതുപോലെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മെയ് മാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ. നമ്മുടെ നാട്ടിൽ ഈ സമ്മർ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരേ സമയം തന്നെയാണ്, മാർച്ച് തൊട്ട് മെയ് വരെയുള്ള സമയം. അതിൽ മെയ് മാസം, അപ്പൊ ഈ മെയ് മാസത്തിന്റെ ഉള്ളിൽ, ഇനി വരുന്ന മെയ് മാസത്തിന്റെ ഉള്ളിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല ഷിഫ്റ്റ് ഉണ്ട് അല്ലേ, ചേഞ്ചസ്, മാറ്റങ്ങൾ, സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഈ അടുത്ത മെയ് മാസത്തിനുള്ളിൽ. ഓക്കെ, അപ്പൊ ഈ സമ്മർ സ്പ്രിംഗ് സീസൺ നമ്മുടെ നാട്ടിൽ അത് ഒരേ സമയം ആയതുകൊണ്ട് ഈ മാർച്ച് തൊട്ട് മെയ് മാസം വരെയുള്ള സമയം സ്പെസിഫിക്കലി ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊക്കെ കൂടുതൽ അനുഭവത്തിൽ വരാൻ സാധ്യത. ഇനി തീയതികൾ കിട്ടിയിട്ടുണ്ട്. 2, 4, 8, 11, 20, 27, 28, 30, 31. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം. പിന്നെ ഈ തീയതികൾ സ്പെസിഫിക്കലി മെയ് മാസത്തിൽ, അതുപോലെ തന്നെ മാർച്ച് തൊട്ട് മെയ് വരെയുള്ള മാസങ്ങളിൽ ഈ തീയതികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ മിക്കതും ഈ പറഞ്ഞ തീയതികളിലാണ് സംഭവിക്കാൻ സാധ്യത. ഓക്കെ, അതിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നതും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകുന്നതും ഈ പറയുന്ന തീയതികളിലാകാൻ സാധ്യത കൂടുതലാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും നമ്മൾ പേഴ്സണൽ ടാരോ റീഡിംഗ്സിന് ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഓഫേഴ്സിനെ കുറിച്ച് കൃത്യമായി അറിയുന്നതിനും അതൊന്നും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കുന്നതിനും യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പിലും കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലൈവ് സെഷനും പ്രീ റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചന്ദ്രകണ്ഠ ടാരോട്ട് ചാനൽ, യൂട്യൂബ് ചാനലിന്റെ മെമ്പർഷിപ്പ് പേയ്മെന്റ് നടത്തി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് പേഴ്സണൽ ടാരോ റീഡിംഗ്സിൽ ടോട്ടൽ റേറ്റിൽ 10% ഡിസ്കൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓഫറാണ്. മെമ്പേഴ്സിന് മാത്രമാണ് ആ ഓഫർ അവൈലബിൾ ആകുള്ളൂ, സബ്സ്ക്രൈബേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, മെമ്പേഴ്സ് ആവണമെങ്കിൽ നിങ്ങൾ ചാനൽ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ജോയിൻ എന്ന ബട്ടൺ ഉണ്ടാവും. ജോയിൻ ബട്ടൺ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് മെമ്പറായി ടാരോട്ട് സോൾ ട്രൈബ് ബേസിക് മെമ്പർ ആയിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്ര നാൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണോ അത്രയും നാൾ നിങ്ങൾ എടുക്കുന്ന ടാരോ റീഡിംഗ്സിനൊക്കെ ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ടോട്ടൽ റേറ്റിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.